ഹലോ, ഇന്നൊരു ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പി നമുക്ക് നോക്കാം. എഗ് പഫ്സ്. ഒരു 6 മുട്ട എടുക്കുക, അത് ബോയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കാം. 2 സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഒരു ഹാഫ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഒരു പാൻ നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലോട്ട് നമുക്ക് ആദ്യമേ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. കോക്കനട്ട് ഓയിലോ, റൈസ് പാൻ ഓയിലോ, സൺഫ്ലവർ ഓയിലോ, ഏതെങ്കിലും ഓയിൽ. അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് പെരുംജീരകം, ഒരു 1/4 ടേബിൾ സ്പൂൺ. അതിലോട്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഓയിലും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികൾ മതി. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. പൊടികളുടെ പച്ചമണം മാറുമ്പോൾ ആ തക്കാളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് വെക്കുക. തുറക്കുമ്പോൾ തക്കാളിയെല്ലാം നല്ലപോലെ ചേർന്ന് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. 3 പേസ്ട്രി ഷീറ്റ്സ് എടുക്കാം. ഓരോ ഷീറ്റും 4ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ഒരു ഷീറ്റ് വെച്ച് 4 പഫ്സ് ഉണ്ടാക്കാൻ പറ്റും. അത് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അവൻ അതേസമയം തന്നെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അവൻ ട്രേ ഒരു ബേക്കിംഗ് പേപ്പറോ അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ച് ലൈൻ ചെയ്തെടുക്കാം. ഇനി ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന അരപ്പും പിന്നെ ബോയിൽ ചെയ്ത എഗ്ഗ് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത പേസ്ട്രി ഷീറ്റ്സിലോട്ട് വെച്ച് കൊടുക്കാം. സൈഡ് ബൈ സൈഡ് ഒരു സെപ്പറേറ്റ് എഗ്ഗ് എടുത്ത് പൊട്ടിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. ഇനി ഈ പഫ്സ് നമുക്ക് ഫോൾഡ് ചെയ്ത് നമ്മളൊരു പഫ്സിൻ്റെ ഷേപ്പിലൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് ആ മിക്സ് വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ലൈൻ ചെയ്ത് വെച്ചേക്കുന്ന അവൻ ട്രേയിലോട്ട് വെച്ച് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പഫ്സ് നമ്മൾ വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത എഗ്ഗ് എടുത്ത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് ആ പുറം ഭാഗം നല്ലപോലെ ക്രിസ്പിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാം വെച്ച് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത അവനിലോട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. ടൈമർ ഒരു 20 മിനിറ്റ്സിലോട്ട് സെറ്റ് ചെയ്താൽ മതി. 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നല്ല അടിപൊളി പഫ്സ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ എൻജോയ്. താങ്ക് യു.